യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 38 അധ്യായം 24 തിരുവചനം. പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. എങ്ങനെയാണ് ഒരു വ്യക്തി, നമ്മൾ ഓരോരുത്തരും ജ്ഞാനിയായിത്തീരുന്നത്? നമ്മളായിരിക്കുന്ന മേഖലകളിൽ ജ്ഞാനമുള്ളവനായി മാറുന്നത് എന്ന് ദൈവവചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ള ഒരു പണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നതിന് പകരം അവൻ പറയുന്നതോടൊപ്പം തന്നെ അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള വിശ്രമം കൂടി എടുത്തെങ്കിൽ മാത്രമേ അവനുള്ള അറിവ് വർദ്ധിപ്പിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ശാന്തമായിരിക്കുന്ന മനസ്സിലെ ജ്ഞാനം നേടുവാൻ സാധിക്കുകയുള്ളൂ. ആകുലതകളും ടെൻഷനും വ്യഗ്രതയും മറ്റുമായി നിൽക്കുന്ന മനസ്സിലേക്ക് ജ്ഞാനം കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്ന്. നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ, ഭയം, ടെൻഷൻ ഇതെല്ലാം മാറ്റിവെച്ച് മനസ്സിനെ സ്വസ്ഥമാക്കുമ്പോൾ ദൈവത്തിന് ആ മനസ്സിലേക്ക് കടന്നു വരാൻ നമ്മൾ അറിയാതെ തന്നെ ഒരുക്കുകയാണ്. ആ മനസ്സിൽ പിന്നെ ദൈവം കുടികൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ തുടങ്ങും. അങ്ങനെ നീ ഒരു ജ്ഞാനിയായി മാറും. നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ പലവിധ ചിന്തകളിൽ നിന്നും മാറ്റി ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കാം. എന്നെ പരിപാലിക്കുന്ന, എന്നെ താങ്ങി നിർത്തുന്ന എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ എല്ലാം ദൈവം എനിക്ക് ദൈവസഹായത്താൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് ലഭിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ നമ്മളിൽ നിന്നും ആകുലതകൾ വിട്ടുമാറാൻ തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുവാൻ തുടങ്ങും. നമുക്കെന്ത് ലഭിച്ചിട്ടുണ്ടോ അതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിൻ്റെ മുന്നിലുള്ള, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന ഏതൊരു കാര്യത്തിലേക്കും നമ്മൾക്ക് ഒരു വശീകരണവുമില്ലാതെ നോക്കുവാനോ അതിനെക്കുറിച്ച് ആകുലതകളില്ലാതെ അത് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ശാന്തമാക്കി ദൈവാനുഗ്രഹമുള്ളതാക്കി നമുക്ക് മാറ്റുവാൻ ശ്രമിക്കാം. ദൈവം നിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുവാൻ
നിൻ്റെ മനസ്സിനെ ഒരുക്കുവാൻ ശ്രമിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ജീവനുള്ള ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.